എത്രയും ബഹുമാന്യനായ പ്രൊഫസർ ജി ശശിഭൂഷൺ സർ, പ്രസിഡന്റ് ഡോക്ടർ സി ആർ വിനോദ് കുമാർ, ശ്രീ എം ആർ ഉണ്ണി, അഡ്വക്കേറ്റ് കെ ജി നായർ, പ്രൊഫസർ റസീന പത്മൻ, അതുപോലെ ഇവിടെ വന്നെത്തിയിട്ടുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും വേദിയിലുള്ളവർക്കും സദസ്സിലുള്ളവർക്കും എൻ്റെ നമസ്കാരം. ഒരു സമൂഹ മാറ്റത്തിനെ കുറിച്ച് ചിന്തിച്ച് അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച് വന്ന ഒരു യുഗവര്യനായ അന്നത്തെ പത്മനാഭൻ്റെ പേരിലുള്ള നാമധേയത്തോടെ ഇത്തരം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്നിവിടെ ഇനോഗ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷം ഞാൻ ആദ്യം പങ്കുവയ്ക്കട്ടെ. അതിനുവേണ്ടി എന്നെ ക്ഷണിച്ച MIRDTയുടെ ഈ ചിന്ത പദ്ധതിയിലുണ്ടായ എല്ലാവർക്കും എൻ്റെ സ്നേഹമായ പൂർണ്ണമായ നമസ്കാരം. ഇത് കേട്ടപ്പോൾ എനിക്ക് ആദ്യമായിട്ട് മനസ്സിൽ വന്നത് നമ്മുടെ ഒരു സാമൂഹികമായ ഇടപെടലുകളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ്. ഇന്നിവിടെ പറയുന്നതായി ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ആളുകൾക്ക് അവരുടെ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരം എന്നതിൻ്റെ അപ്പുറത്തേക്കാണ് ഞാനതിനെ കാണും. തീർച്ചയായിട്ടും അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് 60 വയസ്സോ അല്ലെങ്കിൽ 58 വയസ്സോ ഒന്നും ഒരു വലിയൊരു പ്രായമല്ല എന്ന് പൊതുവെ പറയാവുന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ ദൈർഘ്യം വളരെ കൂടിയിരിക്കുന്നു. ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്ന കാര്യം ഇന്ന് ഇന്ത്യയിൽ 70-അടുത്തെത്തിയിരിക്കുക. 35-ഉം 36-ഉം ഒക്കെ ആയിരുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചത്. ഇന്ന് അത്രയും കൂടിയിരിക്കുന്നു. ഇനി വരും വർഷങ്ങളിൽ കൂടുതൽ തന്നെ ചെയ്യുമെന്നാണ് ഞാൻ അറിഞ്ഞു. അത്ര ശരിയാണെന്ന് അറിഞ്ഞതാ. അടുത്ത കാലത്ത് സ്പേസിനെ കുറിച്ച് പറഞ്ഞാൽ പറയട്ടെ, ഇനി മനുഷ്യനായ 200 വർഷമൊക്കെ ആരാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്പീച്ച് വളരെ വൈറലായിട്ടുണ്ട്. ഈ പ്രായപരിധി കഴിഞ്ഞവർക്കും വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ വളരെ ഒരു സംശയമുണ്ട്. അപ്പം സമൂഹത്തിൽ തിരിച്ചു നൽകാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, തിരിച്ചറിവുണ്ട്. പക്ഷെ അതിനുള്ള വേദികളോ അവസരങ്ങളോ ഇല്ലാത്ത ഒരു കാലഘട്ടവും കൂടിയാണ്.